ആളായിട്ട് നമ്മുടെ ഡോറയുടെ കുക്കിംഗ് വീഡിയോ പലരും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഡോറ തന്നെ കുക്കിംഗ് വീഡിയോ എന്നും തീറ്റ വീഡിയോ എന്നിട്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് കുക്കിംഗ് വീഡിയോ. ഇതെന്തിനാണ് ഇപ്പോൾ ഈ മസാല ഇങ്ങനെ മൂപ്പിക്കുന്നത്? നമ്മുടെ മീൻ കറിക്ക് മീനെല്ലാം വെട്ടി സെറ്റാക്കി വെച്ചാൽ നല്ല കുട്ടപ്പിമാരായിരുന്നു. രണ്ടും കുട്ടപ്പിമാരായിരുന്നു കേട്ടോ. വേണ്ട നല്ല വെളുത്ത ഇറച്ചി കണ്ടില്ലേ? ഈ രീതിയിലാണ് ഞാനിവിടെ തേട് ക്ലീൻ ചെയ്യുന്നത്. ഒരു കറുത്ത തൊലി പോലും എൻ്റെ മേളിൽ കാണില്ല. കുട്ടപ്പിമാരാണെന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയാവോ? അത് കാണിച്ചു കൊടുക്കും. ഇതേ കണ്ട കുട്ടപ്പിമാരുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുട്ടകളാണ്. നമ്മൾ ഇന്ന് മുട്ടയാണെങ്കിൽ ഇവിടെ ഫ്രൈ ചെയ്യാൻ പോകും അല്ലേ? മുട്ട ഫ്രൈ ചെയ്യാനും കുട്ടപ്പിമാരെ നമ്മളാണെങ്കിൽ ഇന്ന് കറി വയ്ക്കാനും പോവാണ്. അപ്പോൾ അതിനുള്ള മസാലക്കൂട്ട് നമ്മുടെ ഡോറ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എരിവുള്ള മീൻകറിയാണോ ഡോറ? ഷാപ്പിലെ മീൻകറിയാണോ? ഈ പലരും പറയുന്നുണ്ട് നമ്മുടെ കറികൾ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുവന്നിരിക്കുമ്പോൾ അതിന് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കളർ ഈ മുളക് പൊടിക്കാണെങ്കിൽ നല്ല കളറാണ്ടല്ലേ? നമ്മൾ ഇച്ചിരി ഇട്ടാലും നല്ല കളറാണ്. അങ്ങനെ എരിവുള്ളതുകൊണ്ടല്ല. പക്ഷേ ഈ മുളക് പൊടിക്ക് എരിവുണ്ട് കേട്ടോ. എന്നാൽ ഇത് എരിവ് മുന്നേ നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ഇട്ടാൽ തന്നെ നല്ല കളറാണ്. അതുകൊണ്ടാണ് ഈ കറികളൊക്കെ ഇങ്ങനെ നല്ല ചുവന്നിരിക്കുന്നത്. അല്ലാതെ മുളക് പൊടി നമ്മൾ ഒരുപാട് കൂട്ടുന്നുണ്ടല്ലോ. പിന്നെ എപ്പോഴും ഇങ്ങനെ റൊമാറ്റോയിഡ് ഉള്ള എല്ലിയപ്പം ഇങ്ങനെ ഇറച്ചിയും ചിക്കനൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. അത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാണ്. നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 26 കിലോയേ ഉള്ളൂ. 26 കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു മനുഷ്യന് നോർമലി വേണ്ട വെയിറ്റിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതും പ്രകാരമാണ് നമ്മളാണെങ്കിൽ നോൺ വെജും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു നോർമലി ഒരു മനുഷ്യനുണ്ടാവുന്നതിനേക്കാളും വെയിറ്റ് ഒത്തിരി കുറവായതുകൊണ്ടാണ് നമ്മളങ്ങനെ നോൺ വെജും കാര്യങ്ങളും ഇടയ്ക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നത്. ഫുഡ് മാക്സിമം ഡോറ കൊണ്ട് കഴിപ്പിക്കുന്നതുകൊണ്ട് ചിലരൊക്കെ ഭയങ്കര റോങ് ആയിട്ട് കമൻറ്റ് ഇത്രയും കുള്ളത്തി കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ എത്രത്തോളം കഴിക്കുന്നു എത്ര കഴിക്കുന്നതെന്ന് നമുക്കറിയാം. അത് പ്ലേറ്റിൽ എടുക്കുന്നതും വളരെ കുറച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവർക്കൊരു സുഖം കിട്ടുന്നുണ്ടാവും, അതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കറി ചാറായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ചാറ് പോരാ കേട്ടോ. നമ്മുടെ പുതിയ ചട്ടിയാണ് ഇത്. ചട്ടിയെക്കുറിച്ച് 2 വാക്ക് ഡോറ. ഈ ചട്ടി വളരെ നല്ലൊരു ചട്ടിയാണ്. ഇത് നല്ലതായിട്ട് ഉപകാരപ്പെടുന്നു. ഇതിനകത്ത് നമുക്ക് എന്ത് കറിയും വെക്കാൻ പറ്റും. ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കി മതി ധാരാളം. 2 വാക്ക് കൂടുതലായി കേട്ടോ. ഞാൻ ഈ മസാല ഒന്ന് ഇതിനകത്ത് ഇതായതിനു ശേഷം വേണം വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക. തിളക്കിട്ടത് ആദ്യം ഇത് കണ്ടില്ലേ കട്ടക്ക് കിടക്കും. അത് തിളയ്ക്കുമ്പോൾ മാറും. എനിക്കിങ്ങനെ ഇളക്കി സെറ്റ് ആക്കിയതിന് ശേഷം അത് എനിക്ക് വെക്കുമ്പം എനിക്ക് കുറച്ച് എൻ്റെതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതെ നിൽക്കുന്നത്. ഇങ്ങനെ അത് ഉടച്ചതിന് ശേഷം ഇനി വെള്ളം ഒഴിക്കാവൂ. തിളച്ചതിന് ശേഷം മീൻ കൈയും കൊണ്ട് പിറക്കി ഇടണം. അങ്ങനത്തെ കുറച്ചൊക്കെ വൃത്തികെട്ട സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ വേണ്ടേ നമ്മുടെ ചട്ടിയിൽ കറി ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത വെള്ളം ഡോറ ഒഴിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഇനി കൊണ്ടുവന്ന് ഒഴിക്കും. ഒരണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇളക്ക്. ഇത്ര ഉപ്പ് വേണോ എൻ്റെ അമ്മ? ഒന്നുമില്ല. ഭാഗ്യം കറി വെച്ചതിന് ശേഷം ഒഴിക്കാഞ്ഞത്. ഓട്ടോ ആ കുഴപ്പമില്ല കേട്ടോ. ഉള്ളത് മതി നമുക്കല്ലേ. ഇന്നലത്തെ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിടായിരുന്നു. ഇന്നലത്തെ മാങ്ങയ്ക്ക് എന്ത് പുളിയായിരുന്നു. ഞാൻ ചോറിൻ്റെ കൂടെ എടുത്ത് കഴിച്ചായിരുന്നു. ഇതാ നാക്കിക്കൂടെ വെള്ളം ഊറി ഇറങ്ങുന്നു. അത് പറഞ്ഞപ്പോഴാട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്നറിയോ, ഞാൻ ആ ഇതില്ലേ ഉണ്ടാക്കിയത് അതിനകത്ത് 2 സ്പൂൺ ഉണ്ടായിരുന്നു. ഒന്ന് ഇളക്കിയ സ്പൂണ്. അതോടുകൂടി വായി വെക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ ആ സ്പൂൺ മാറ്റിയിട്ട് വേറെ സ്പൂണ് എടുത്തത്. പക്ഷെ
ഞാൻ എടുത്തതിന് ശേഷം മോക്ക് കൊടുക്കാൻ ആ സ്പൂൺ തന്നെ ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു സ്പൂൺ അങ്ങനെ ഇടാൻ പാടില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ മാറാ രോഗങ്ങളൊന്നുമില്ല. ഞാൻ അത് ആ സ്പൂണ് ഇളക്കിയ സ്പൂണിൽ തന്നെ തിരിച്ചാൽ നെഗറ്റീവ് വരുമല്ല, നെഗറ്റീവ് അല്ല, ഇങ്ങനെ ആളുകൾ പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 2ാം സ്പൂൺ എടുത്ത് വായിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് തിരിച്ച് സൈഡിൽ നിന്ന് എടുത്തത്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു പുറത്ത് എല്ലാ മനുഷ്യനും ബ്രസ്റ്റ് ഫീഡ് ചെയ്താണ് ജീവിക്കുന്നത്. എല്ലാ കുട്ടികളും ജനിക്കുന്ന എല്ലാ കുട്ടികളും, വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ഉള്ളൂ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തത്. അപ്പം നമ്മൾ ഈ സ്പൂണ് വായി വെച്ച സ്പൂണ് കൊണ്ട് കഴിക്കാൻ പാടില്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റല്ലേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഹൈജീൻ ആണോ, നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാണ്ട് ഒരാൾ കഴിച്ച് മറ്റൊരാൾക്ക് വെച്ച് കൊടുത്ത്, ചില അമ്മമാർ കുഞ്ഞുങ്ങളാണെങ്കിൽ വായി വെച്ചത് കുഞ്ഞുങ്ങൾ വായി വെച്ച് കൊടുക്കുമ്പം ചില അമ്മമാർ കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ പല്ല് വരുന്ന സമയത്ത് നമ്മൾ തന്നെ വായിൽ വെച്ച് കടിച്ച് പൊട്ടിച്ച് കൊടുക്കാറുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു സന്തോഷം. നമുക്ക് അങ്ങനെ ഈ അസുഖം വരും, എന്തെങ്കിലും ഇത് ഇൻഫെക്ഷൻ വരും, നമ്മള് അമ്മമാർക്കും അങ്ങനെ നമുക്കങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ അത് തെറ്റായി പോയെങ്കിൽ സോറി. അങ്ങനെ ഓർത്ത് നമ്മുടെ വീട്ടിലാണ് ഞാൻ എടുത്തത്. പുതിയ സ്പൂണും ഇളക്കിയത് വേറെ സ്പൂണ് വരുന്നു. അപ്പം അത് കുറേ പേര് സ്പൂണിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ തലയിടൽ ചടങ്ങാണോ ഡോറ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓർത്തത് അത് പക്ഷെ ഇച്ചിരി പാട് പെട്ടു. ഞാൻ ഇട്ടാണ്ട് മേത്തോട്ട് തെളിച്ചു. പയ്യെ വെക്ക്, ആദ്യം ഒരു സൈഡ് വെക്ക്, എന്നിട്ടിട്. ആ കണ്ട, തിളയ്ക്കാഞ്ഞത് കൊണ്ട് ഭാഗ്യം. തിളച്ച് വരുന്നതേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇടാം. തലയ്ക്ക് ഇവിടെ അടിയാണ്. തലയ്ക്ക് ഇപ്പോഴും വന്നൊരു ബുക്കിങ്. വലിയ പീസാക്കി ഞാൻ ഇട്ടേ. നല്ല ചെറിയ പീസാക്കായിരുന്നു. ഇതാകുമ്പം ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ലല്ലോ ആരും. ആളൊന്നൊക്കെ ഒരു പീസ് വീതം ഒരു നേരം, അങ്ങനെയാ. എന്താ അപ്പൊ ഇവിടെ തലയ്ക്ക് അടി നടന്നോണ്ടിരിക്കതാണ്ട്. കറി ആയപ്പോഴേ കറി വേവിച്ചിറക്കിയതേ തല അടിച്ചോണ്ട് പോവാ. നമ്മുടെ മാവിലുണ്ടായ മാങ്ങ ഇട്ട് കറി വെച്ച് ഇവിടെ തല അടിച്ച് മാറ്റുക തുടക്കത്തില്. അത് കഴിഞ്ഞേ ഉള്ളി ഞെന്ത്. ഓക്കെ, 2 തല ഉള്ളായതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറയുന്നില്ല. പോട്ടെ. ഒരു തല അമ്മയ്ക്കും ഒരു തലയ്ക്ക് അപ്പയ്ക്കും. ഒരു തല എനിക്ക് ഒരു തല വെക്കും. ഇവിടെ ഒരാൾ ഇന്ന് ചിരിക്കുന്നു. ഞങ്ങളുടെ ചക്കിക്കാണെങ്കിൽ വിശേഷം ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ. ഞാനും അമ്മയെ പറഞ്ഞപ്പോ ഈ ചായ സമ്മതിച്ചില്ല. വൈറൽ ചടങ്ങൊക്കെ വെക്കേണ്ടി വരും. എനിക്ക് എങ്ങനെ കരയുന്നേ? വേണ്ടേ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തെടുത്തേ. മുട്ട എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് ഇവിടെ എല്ലാം മുട്ടയായിരുന്നു കുറച്ച് നേരത്തേക്ക്. എന്റെ മേളിൽ കൂടെ മുട്ട തെറിച്ച് പോയി അടച്ചു വെച്ചിരിക്കുന്ന അടപ്പില്ല, ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിട്ട് തിരിച്ചടങ്ങി. മുട്ട റോസ്റ്റ് അല്ല, മുട്ട ഫ്രൈ. തേടില്ല മുട്ട ഫ്രൈ. അങ്ങനെ തേണ്ട എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. പ്രിൻസി കറി എടുത്തില്ലേ? എന്താ മുട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടാ? അവനെ മറ്റേ മുന്തിരിയൊക്കെ നിന്ന് കഴിക്കുന്ന പോലെ അതേപോലെ കണ്ടോ? അമ്മായിയമ്മ മരുമോളും കൂടെ തലയെടുത്ത് വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. എങ്ങനെയുണ്ട് കറി? കഷ്ണം കഴിച്ചില്ല. ആ ചുമ്മാ ഇരിക്കേ, ചുമ്മാ ചൂട് ചൂട് ചൂടില്ലേ? കൊള്ളോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ്. ചോറ്, മീൻതല, മുട്ട ഫ്രൈ, വേറൊന്നുമില്ല. പിന്നെ മാങ്ങ അരിഞ്ഞത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ കൊടുത്തേ. ആ ബൈ. ഒന്നുകൂടെ ബൈ കൊടു.